ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? അത് ബാറ്ററിക്കാണോ, ക്യാമറയ്ക്കാണോ, പെർഫോമൻസിനാണോ, ഡിസ്പ്ലേക്കാണോ? ഇത് റിയൽമി ഇന്ന് ലോഞ്ച് ചെയ്ത P4R 5G എന്ന മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺ. എങ്ങനെയുണ്ട് ഇതിൻ്റെ ക്യാമറ, എങ്ങനെയുണ്ട് ഇതിൻ്റെ പെർഫോമൻസ്, മറ്റ് സ്പെക്കുകൾ എങ്ങനെയുണ്ട്, നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ വിശദമായിട്ട് മനസ്സിലാക്കാം. ആദ്യം ഡിസൈൻ നോക്കാം. റിയൽമി P4R 5G കയ്യിലെടുക്കുമ്പോൾ തന്നെ പ്രീമിയം ഫീൽ നൽകുന്ന ഒരു ഡിസൈനാണ് ലഭിക്കുന്നത്. ഫ്ലോട്ടിംഗ് ലൈറ്റ് ഡിസൈൻ എന്ന ഡിസൈൻ ഭാഷയാണ് റിയൽമി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ടൈറ്റാനിയം ഗ്ലെയർ, സിൽവർ ഗ്ലെയർ, ലാവൻഡർ ഗ്ലെയർ എന്നിങ്ങനെ 3 കളർ ഓപ്ഷനുകളിൽ ഇത് ലഭ്യമാണ്. ഫോണിന്റെ പിൻഭാഗത്തായിട്ട് ക്യാമറയുടെ അരികുകളിലായിട്ട് നൽകിയിരിക്കുന്ന പൾസ് ലൈറ്റ് സിസ്റ്റം 9 വ്യത്യസ്ത നിറങ്ങളിലും 5 ലൈറ്റിംഗ് മോഡുകളിലും പ്രവർത്തിക്കും. അതിന്റെ ആവശ്യം എന്തെന്ന് ഞാൻ പിന്നീട് പറയാം. 8000 mAh പോലുള്ള വലിയ ബാറ്ററി ഉണ്ടായിട്ടും ഫോണിന്റെ തിക്നെസ് വെറും 8.88 mm മാത്രമാണ്. ഭാരം ഏകദേശം 224 ഗ്രാം വരും. അതിനാൽ വലിയ ബാറ്ററി ഉള്ള ഒരു ഫോൺ എന്ന തോന്നൽ കയ്യിൽ അധികം ഉണ്ടാവുന്നില്ല. സൈഡിലാണ് ഫിംഗർ പ്രിന്റ് സ്കാനർ. ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് ഇതിലുള്ളത്. ഇനി നമുക്ക് ഡിസ്പ്ലേയെ കുറിച്ച് സംസാരിക്കാം. റിയൽമി P4R 5Gയിലെ 6.8 ഇഞ്ചിന്റെ HD+ LCD ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. ഈ ഡിസ്പ്ലേയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് 144 Hz റിഫ്രഷ് റേറ്റ് ആണ്. സ്ക്രോളിംഗ്, സോഷ്യൽ മീഡിയ ഉപയോഗം, ഗെയിമിംഗ് എന്നിവയെല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് അനുഭവപ്പെടുന്നു. കൂടാതെ 180 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ലഭിക്കുന്നതിനാൽ ടച്ച് റെസ്പോൺസും വളരെ വേഗത്തിലാണ്. 1200 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ലഭിക്കുന്നതിനാൽ കനത്ത സൂര്യപ്രകാശത്തിലും സ്ക്രീൻ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. വെറ്റ് ടച്ച് സപ്പോർട്ട് ഉള്ളതിനാൽ മഴയിലോ നനഞ്ഞ കൈകളിലോ പോലും ടച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കും. ഗെയിമർമാർക്കും ദിനം പ്രതി ഉപയോഗിക്കുന്നവർക്കും ഈ ഒരു ഡിസ്പ്ലേ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് നൽകുന്നു. ഇനി പലരും കാത്തിരിക്കുന്ന ഭാഗം പെർഫോമൻസ്. റിയൽമി P4R 5Gയിലെ MediaTek Dimensity 6300 6nm ഒക്ടാ കോർ പ്രോസറാണ് നൽകിയിരിക്കുന്നത്. ഏകദേശം 6.3 lakh അഡ്വാൻസ് സ്കോർ ലഭിക്കുന്ന ഈ ഒരു ചിപ്സെറ്റ് ഡെയിലി യൂസിനും മൾട്ടി ടാസ്കിങ്ങിനും ഗെയിമിങ്ങിനും മതിയായ പെർഫോമൻസ് നൽകുന്നു. ഇതിൻ്റെ ഒപ്പം 5300 സ്ക്വയർ മില്ലിമീറ്റർ VC കൂളിംഗ് സിസ്റ്റം നൽകിയിട്ടുണ്ട്. ഇത് ഗെയിമിംഗ് സമയത്ത് ഫോണിൻ്റെ താപനില നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ദീർഘനേരം BGMI അല്ലെങ്കിൽ മറ്റ് ഹെവി ഗെയിമുകൾ കളിക്കുമ്പോഴും പെർഫോമൻസ് സ്ഥിരതയോടെ നിലനിർത്താൻ ഇത് സഹായിക്കും. ഗെയിം കളിക്കുന്നതിനായി GT എന്ന ടർബോ മോഡും ഉണ്ട്. 8 GB റാമും അതിനോടൊപ്പം 6 GB ഡൈനാമിക് റാമും ചേർത്ത് മൊത്തം 14 GB വരെ റാം എക്സ്പീരിയൻസിൽ ലഭിക്കും. സ്റ്റോറേജ് 256 GB വരെ ലഭ്യമാണ്. ഒരേ സമയം നിരവധി ആപ്പുകൾ ഉപയോഗിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. റിയൽമി UI 7.0 ആണ് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നത്. AI ബൂസ്റ്റ്, ഫ്ലെക്സ് എഞ്ചിൻ തുടങ്ങിയ സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷനുകൾ ഫോണിനെ കൂടുതൽ സ്മൂത്ത് ആക്കുന്നു. ചില അനാവശ്യ ആപ്പുകൾ റിയൽമി ഇതിൽ കുത്തിനിറച്ചിട്ടുണ്ട്, എങ്കിലും അവ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും വിധമാണ്. തീമൊക്കെ ആപ്പിളിന്റെ ട്രാൻസ്പെറന്റ് സ്റ്റൈലിലൊക്കെ കസ്റ്റമൈസ് ചെയ്യാനും സാധിക്കും. ഇനി ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയിലേക്ക് വരാം, ബാറ്ററി. റിയൽമി P4R 5Gയുടെ പ്രധാന ആകർഷണം 8000 mAh ടൈറ്റാൻ ബാറ്ററിയാണ്. ഇത് ഇപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ബാറ്ററികൾ ഒന്നാണ്. റിയൽമിയുടെ അവകാശവാദ പ്രകാരം ഒരു ഫുൾ ചാർജിൽ 3 ദിവസം വരെ ഉപയോഗിക്കാനാവും. It's the Realme P4R with a 8000 mAh battery, 2-day usage on one charge. Per BGMI പോലുള്ള ഗെയിമുകൾ പോലും 12 മണിക്കൂർ വരെ കളിക്കാമെന്നാണ് കമ്പനി പറയുന്നത്. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ലഭ്യമാണ്. വയർലെസ് ചാർജിംഗ് ഇതിലില്ല. 50% ചാർജ് ഏകദേശം 48 മിനിറ്റിനുള്ളിൽ തന്നെ ലഭിക്കും. ബൈപ്പാസ് ചാർജിംഗ് എന്ന ഫീച്ചർ ഗെയിമിംഗ് സമയത്ത് ചൂട് കുറയ്ക്കാൻ സഹായിക്കുന്നു. കൂടാതെ 6.5 വാട്ടിന്റെ റിവേഴ്സ് ചാർജിംഗ് ഉള്ളതിനാൽ ഈ ഒരു ഫോണിന് ഒരു പവർ ബാങ്ക് പോലെ മറ്റു ഉപകരണങ്ങൾ ചാർജ് ചെയ്യാനും ഉപയോഗിക്കാം. അതിലും ശ്രദ്ധേയമായ ഒരു കാര്യം, 1600 ചാർജിംഗ് സൈക്കിൾസ് കഴിഞ്ഞിട്ടും 80% ബാറ്ററി ഹെൽത്ത് നിലനിർത്താൻ കഴിയുമെന്നാണ് റിയൽമി പറയുന്നത്. ഇനി ക്യാമറ ഭാഗത്തേക്ക് വരാം. പിന്നിൽ 50 മെഗാപിക്സലിന്റെ AI ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. 1.8 അപ്പേർച്ചർ ഉപയോഗിച്ചിരിക്കുന്നതിനാൽ പകൽ സമയത്ത് നല്ല ഡീറ്റെയിലും കളറുകളും ലഭിക്കും. പോർട്രേറ്റ് ഷോട്ടുകളും മികച്ച രീതിയിൽ എടുക്കാൻ സാധിക്കും. മുൻവശത്ത് 8 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ ലഭിക്കുന്നു. മോഷൻ ഫോട്ടോ സപ്പോർട്ട് ഫ്രണ്ട്, റിയർ ക്യാമറകളിൽ രണ്ടിലും ലഭ്യമാണ്. ഈ ഒരു സെഗ്മെന്റിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ക്യാമറ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ക്യാമറയുടെ അരികളിലായുള്ള പൾസ് റേറ്റിലേക്ക് നമുക്ക് തിരികെ വരാം. ഗെയിമിംഗ് സമയത്തും മ്യൂസിക് പ്ലേ ചെയ്യുമ്പോഴും മറ്റും ഇത് പ്രത്യേക ലൈറ്റ് എഫക്റ്റുകൾ നൽകുന്നു. നമ്മുടെ കോണ്ടാക്റ്റിലെ ഓരോരുത്തർ വിളിക്കുമ്പോഴും വെവ്വേറെ കളറുകൾ തെളിയും വിധത്തിൽ സെറ്റ് ചെയ്യാം. ഓരോ ആപ്പുകളുടെയും നോട്ടിഫിക്കേഷനായിട്ടും വ്യത്യസ്ത തരം കളറുകൾ സെറ്റ് ചെയ്യാം. AI ഫീച്ചറുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് റിയൽമി നിരവധി ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. AI Eraser 2.0 ഉപയോഗിച്ചിട്ട് ഫോട്ടോകളിൽ നിന്നും ആവശ്യമില്ലാത്ത ആളുകളെയോ ഒബ്ജക്റ്റുകളെയോ നീക്കം ചെയ്യാം. AI അൾട്രാ ക്ലാരിറ്റി ഉപയോഗിച്ചിട്ട് ചിത്രങ്ങളിൽ ഡീറ്റെയിൽ മെച്ചപ്പെടുത്താം. AI അൺബ്ലർ മങ്ങിയ ചിത്രങ്ങൾ കൂടുതൽ ഷാർപ്പാക്കാൻ സഹായിക്കും. AI പോർട്രേറ്റ് ഗ്ലോ ഉപയോഗിച്ചിട്ട് സ്റ്റുഡിയോ ലൈറ്റിംഗ് പോലുള്ള എഫക്റ്റുകൾ ഫോട്ടോകളിൽ ചേർക്കാം. അതിനോടൊപ്പം ഗൂഗിൾ ജെമിനി ഇന്റഗ്രേഷൻ, AI ടെക്സ്റ്റ് സ്കാനർ, AI നോട്ട്സ് അസിസ്റ്റന്റ്, AI ആന്റി തെഫ്റ്റ്, റിമോട്ട് ലോക്ക് തുടങ്ങിയ പ്രായോഗിക ഫീച്ചറുകളും ഇതിൽ ലഭ്യമാണ്. പിന്നെ ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിലും റിയൽമി നല്ല ശ്രദ്ധ നൽകിയിട്ടുണ്ട്. മിലിറ്ററി ഗ്രേഡിലുള്ള ഷോക്ക് റെസിസ്റ്റൻസ് സർട്ടിഫിക്കേഷൻ ഇതിന് ലഭിച്ചിട്ടുണ്ട്. 1.8 മീറ്റർ വരെയുള്ള വീഴ്ചകളെ പ്രതിരോധിക്കാൻ ആർമർ ഷെൽ ടഫ് ബിൽഡ് സഹായിക്കും. IP65 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഉള്ളതിനാൽ സാധാരണ
കാരണം മഴയും പൊടിയും വലിയ പ്രശ്നമാകില്ല. ഓഡിയോ ഭാഗത്ത് സൂപ്പർ ലീനിയർ സ്പീക്കർ നൽകിയിട്ടുണ്ട്. കൂടാതെ 400% അൾട്രാ വോളിയം മോഡ് ലഭ്യമാണ്. അപ്പൊ അതിനാൽ കോളുകൾ, മീഡിയ ഫയലുകൾ എന്നിവ കേൾക്കുന്നത് കുറെ കൂടി വ്യക്തത വരും. പിന്നെ ഇതിൽ ഇൻബിൽട്ട് കോൾ റെക്കോർഡറും ഉണ്ട്. അപ്പോൾ സ്റ്റുഡൻസ്, ഗെയിമേഴ്സ്, ഹെവി യൂസേഴ്സ് ആയിട്ടുള്ളവർ അവർക്കൊക്കെ തന്നെ അനുയോജ്യമാണ് ഈ 8000 mAh ബാറ്ററി ഉള്ള ഈ ഒരു P4R 5G എന്ന ഈ ഒരു ഫോൺ. പിന്നെ ഇതിൻ്റെ പാക്കേജിനോടൊപ്പം 45 വാട്ടിൻ്റെ ചാർജറും, സി ടൈപ്പ് കേബിളും, സിം ഇജക്ടറും, ബാക്ക് കേസ് കവറും കമ്പനി തരുന്നുണ്ട്. അത് നമ്മൾ സാധാരണ ആദ്യമേ കാണിക്കാറുണ്ട്, പക്ഷേ ഇതാണ് നമ്മൾ അവസാനം പറഞ്ഞു എന്ന് മാത്രം. ഇനി ഇതിൻ്റെ വില വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18,999 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ടിലൂടെ വാങ്ങാം, റിയൽമിയുടെ സൈറ്റിലൂടെ നിങ്ങൾക്ക് ഇത് വാങ്ങാം. 3 വ്യത്യസ്ത മോഡലുകളിൽ നമുക്കിത് ലഭ്യമാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഇതിൻ്റെ ക്യാമറയൊക്കെ കണ്ടിട്ട്? ഞാൻ അത്യാവശ്യം ആ ഒരു ഇതൊക്കെ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട്, എങ്ങനെയുണ്ട് ക്വാളിറ്റി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ആ ഒരു സ്പെക്ക് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതെന്തായാലും മറക്കാതെ വീഡിയോക്ക് താഴെ കമൻറ്റ് ഇടുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.